ഹലോ, ഇന്ന് നമുക്ക് വാനില കോഫി പുഡിംഗ് ഉണ്ടാക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 750 ml പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ഗ്ലാസ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മൈദ. മൈദക്ക് പകരം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ശേഷം 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം. തിളച്ചതിനു ശേഷം മീഡിയത്തിലാക്കി നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് അടിക്ക് പിടിക്കും, അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. ഇതായി പരുവത്തിലായി കിട്ടിയാൽ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ഉണ്ടാക്കിയിരുന്ന പാത്രത്തിലേക്ക് 3/4 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ അപ്പക്കാരം, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ഗ്ലാസ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ഇളക്കി കൊടുത്താൽ കട്ടയൊന്നുമില്ലാതെ കിട്ടും. ശേഷം ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിനു ശേഷം ഗ്യാസ് മീഡിയത്തിലാക്കി വെച്ച് ഇളക്കി വേവിച്ചെടുക്കാം. ഇതുപോലെ വെന്ത് കിട്ടിയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 3 മിനിറ്റിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിച്ചതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം നല്ല ടൈറ്റുള്ള അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഞാൻ തട്ടിൽ സെറ്റ് ചെയ്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഫ്രീസറിൽ വെച്ച് ഒരു 3 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.